ധൈര്യം ഉണ്ടെങ്കിൽ ഈ വിഷയത്തിൽ KM ഷാജിക്കെതിരെ ഒരു FIR ഉണ്ട്. കുഞ്ഞനന്തന് ഭക്ഷ്യവിഷബാധ ഏൽക്കുന്നതിന് മുമ്പ്, ആഴ്ചക്ക് മുമ്പ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഒരു VVIP സന്ദർശനം നടത്തിയിട്ടുണ്ട്. ബാക്കി കേസ് വന്നിട്ട് പറയാം. നമസ്കാരം. കണ്ണിൽ ചോരയില്ലാതെ എതിരാളികളെ തകർക്കാൻ കൂട്ടക്കുരുതി ചെയ്യാൻ മടിക്കാത്തവരായി മാറിയിരിക്കുന്ന ഒരു വിഭാഗമായി മാറുകയാണ് കേരളത്തിലെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന CPM നേതാക്കന്മാർ. അവർ പുറത്തുവിടാതെ വർഷങ്ങളോളമായി ഒളിപ്പിച്ചുകൊണ്ട് നടന്നിരുന്ന ചില കഥകൾ അല്ലെങ്കിൽ ചില സംഭവങ്ങൾ ഇപ്പോൾ ചില തലയ്ക്ക് വെളിവ് വന്ന സഖാക്കന്മാർ തന്നെ പുറത്തു കൊണ്ടുവരുന്നുണ്ട്. അത് ആ സഖാക്കന്മാർ ആ പ്രസ്ഥാനത്തിന് കൊടുത്തിരിക്കുന്ന ബഹുമാനം കൊണ്ട് തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കാലത്ത് നല്ലത് മാത്രം ചിന്തിച്ചിരുന്ന മനുഷ്യരുടെ പാർട്ടിയായിരുന്ന CPM ഇന്ന് ചില സ്വേച്ഛാധിപത്യ ചിന്തകന്മാരുടെ മാത്രം പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളവരുടെ പ്രവൃത്തി കൊണ്ട് പാർട്ടി നശിച്ച് ഇല്ലാതാകുന്നത് കണ്ട് സഹിക്കവയ്യാതെയാണ് ഇപ്പോൾ പാർട്ടിയെ പലരും ഒറ്റുകൊടുക്കുന്നത്. ഇതിനിടെ CPMന്റെ അക്രമ പരമ്പരകൾക്കെതിരെ അതിരൂക്ഷമായ വിമർശനവും പല രീതിയിൽ പുറത്തു വരുന്നുണ്ട്. CPMന്റെ അത്തരത്തിലുള്ള അക്രമ പരമ്പരകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് TP വധക്കേസാണ് എന്ന് പറയാൻ പറ്റും. TP വധക്കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പാർട്ടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് ഷാജി. ഇപ്പോഴിതാ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയായിട്ടുള്ള PK കുഞ്ഞനന്തന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നാണ് ഇപ്പോൾ വീണ്ടും മുസ്ലിം ലീഗ് നേതാവായിട്ടുള്ള KM ഷാജി ആവർത്തിച്ചു പറയുന്നത്. കുഞ്ഞനന്തന് ഭക്ഷ്യവിഷബാധ ഏൽക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ VVIP ജയിലിൽ എത്തിയെന്ന് KM ഷാജി പറയുന്നു. പേരാമ്പ്രയിൽ ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹം തന്റെ വാക്കുകൾ വീണ്ടും ആവർത്തിക്കുന്നത്. PK കുഞ്ഞനന്തന് ഭക്ഷ്യവിഷബാധ ഏൽക്കുന്നതിന് ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ ജയിലിൽ ഒരു VVIP സന്ദർശനം നടത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ആ VVIP ആരാണെന്ന് പിന്നീട് വ്യക്തമാക്കാം. CPM പ്രതിക്കൂട്ടിലായ പല കേസുകളിലെയും പ്രതികൾ ആത്മഹത്യ ചെയ്യുന്നതിൽ ദുരൂഹതയുണ്ട് എന്നാണ് KM ഷാജി ഇതോടൊപ്പം കൂട്ടിച്ചേർക്കുന്നത്. പേരാമ്പ്രയിലെ തിരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കവേ KM ഷാജി ഇത്തരത്തിൽ വിമർശനം നടത്തിയിരിക്കുകയാണ്. വീണ്ടും ഇത് ശ്രദ്ധ നേടുകയാണ്. TP കൊലക്കേസിൽ അന്വേഷണം നേതാക്കളിലേക്ക് എത്താനുള്ള ഏക കണ്ണിയായ കുഞ്ഞനന്തൻ മരിച്ചത് ഭക്ഷ്യവിഷബാധ ഏറ്റുകൊണ്ടാണെന്നാണ് KM ഷാജി നേരത്തെ പറഞ്ഞത്. കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. രഹസ്യം ചോരുമോ എന്ന ഭയം വരുമ്പോഴാണ് കൊന്നവരെ കൊല്ലുന്നതെന്നും ഷാജി അന്ന് വലിയ രീതിയിൽ പറഞ്ഞു. ഇതേ തുടർന്ന് അച്ഛന്റെ മരണത്തിൽ ദുരൂഹതയില്ലെന്നും അൾസർ മൂർച്ഛിച്ചിട്ടാണ് തന്റെ അച്ഛൻ മരിച്ചതെന്നും വ്യക്തമാക്കിക്കൊണ്ട് ഈ മരണപ്പെട്ട കുഞ്ഞനന്തന്റെ മകൾ ഷബ്ന മനോഹരൻ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞനന്തന് മനഃപൂർവ്വം ചികിത്സ വൈകിപ്പിച്ചത് UDF സർക്കാരാണെന്നും അതിനാലാണ് അൾസർ ഗുരുതരമായതെന്നും കുഞ്ഞനന്തനെ UDF കൊന്നതാണെന്നും അന്ന് തന്നെ ആരോപണം ഉയർന്നു വന്നുവെന്നും മകൾ ഇതോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്തിരുന്നു. പക്ഷെ ഇതും മകൾക്കെതിരെയും ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടാണോ അല്ലെങ്കിൽ പാർട്ടി പിന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടാണോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല എങ്കിലും അങ്ങനെ ഒരു സംശയം ജനങ്ങളിൽ എന്തായാലും ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കുഞ്ഞനന്തന്റെ മരണം എന്ന് പറയുന്നത് പാർട്ടി കൊലപാതകം തന്നെയാണ് എന്ന് വീണ്ടും KM ഷാജി ആവർത്തിച്ചിരിക്കുന്നത്. റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവായ ഒഞ്ചിയം സ്വദേശി TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയ കേസാണ് സംഭവം. 2012 മെയ് 4 രാത്രി 10 മണിക്ക് വടകരയ്ക്കടുത്തുള്ള വള്ളിക്കാട് വെച്ച് ഇന്നോവ കാറിൽ പിന്തുടർന്നെത്തിയ കൊലയാളി സംഘം ബോംബെറിഞ്ഞ് വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയ കേസാണ് ഇത്. TP ചന്ദ്രശേഖരനെ നടു റോട്ടിലിട്ട് അന്ന് വെട്ടിക്കൊല്ലുകയായിരുന്നു. ഇതിനെയാണ് TP ചന്ദ്രശേഖരൻ വധക്കേസ് എന്ന് പറയുന്നത്. കേസിലെ തുടക്കം തന്നെ കൊലപാതകത്തിന് പിന്നിൽ CPM ഉണ്ട് എന്നൊരു സംശയം ആളിക്കത്തിയിരുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നായിരുന്നു റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി ഉൾപ്പെടെ ആരോപിച്ചത്. പിന്നീട് പ്രത്യേക അഡീഷണൽ സെഷൻസ് ജഡ്ജി R നാരായണ പിഷാരടി തയ്യാറാക്കിയിട്ടുള്ള 359 പേജുള്ള വിധിന്യായത്തിൽ TP ചന്ദ്രശേഖരൻ വധക്കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിട്ടുള്ള 3 CPM നേതാക്കൾ ഉൾപ്പെടെ 11 പ്രതികൾക്ക് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയായിരുന്നു. മറ്റൊരു പ്രതിയെ 3 വർഷം കഠിന തടവിനും ശിക്ഷിച്ചിട്ടുണ്ട്. അതിൽ ഒരു പ്രതിയാണ് ഈ കുഞ്ഞനന്തനാണ് മരിച്ചിരിക്കുന്നത്. പക്ഷെ അത് മരണമായിരുന്നില്ല, കേസിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നതിനുള്ള തെളിവായിരുന്നു എന്നാണ് ഇപ്പോൾ KM ഷാജി പറയുന്നത്.